പഠനത്തോടൊപ്പം എങ്ങനെ പണം നേടാം? വെൽക്കം ഓൾ, കരിയർ മെന്റർ അജൽ ഹിയർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പഠനത്തോടൊപ്പം എങ്ങനെയാണ് പണം സമ്പാദിക്കേണ്ടത് എന്നുള്ളതാണ്. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ ടീച്ചർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് SITTR പലതരത്തിലുള്ള ഡിപ്ലോമ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഡിപ്ലോമ കോഴ്സുകൾ പലതരത്തില്, ഫോർ എക്സാമ്പിൾ ടൂൾ ആൻഡ് ഡൈ ഉണ്ട്, അങ്ങനെയുള്ള പലതരത്തിലുള്ള കോഴ്സുകളിലേക്കും അവര് 3 കൊല്ലത്തെ കോഴ്സില് ഒരു ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന ആഡ് ഓൺ വരുന്നുണ്ട്. ഈ ഇന്റേൺഷിപ്പിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൈപ്പൻഡോട് കൂടിയുള്ള ഇന്റേൺഷിപ്പാണ്. അപ്പൊ പഠനത്തോടൊപ്പം നിങ്ങൾക്ക് ഒരു സ്റ്റൈപ്പൻഡ് കിട്ടുകയാണ്. ഇനി ഭാവിയിൽ നിങ്ങൾ ഒരു ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ അങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. നിങ്ങളുടെ പഠനം കഴിഞ്ഞാൽ സംടൈംസ് ദർ ആർ ചാൻസസ് ഫോർ ദേ ടു ഇംബൈബ് യു. അവർ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഇന്റേൺഷിപ്പിന്റെ നല്ല പെർഫോമൻസ് കാരണം കൊണ്ട് നിങ്ങളെ ചിലപ്പോൾ അവരെന്ത് ചെയ്യാം, നിങ്ങളെ എടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള കോഴ്സ്, ഡിപ്ലോമ അല്ലാത്ത കോഴ്സുകളുണ്ടല്ലോ, ആ കോഴ്സുകളുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. IITകളാണ് എന്ന് വിചാരിക്കുക. IITകളിൽ നമുക്ക് വിവിധ തരത്തിലുള്ള ഇന്റേൺഷിപ്പ് ഉണ്ട്. 3 മാസത്തെ ഇന്റേൺഷിപ്പ് പുറമേയുള്ള ഒരാൾ പഠിക്കുകയാണെന്ന് വിചാരിക്കുക. ആ 3 മാസത്തെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തുള്ള പല യൂണിവേഴ്സിറ്റികളിലേക്കും അവർക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഇന്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്തു എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റിന്റെ ആനുകൂല്യം കൊണ്ട് 90 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന മേരി ക്യൂറി സ്കോളർഷിപ്പ്, ഫെലോഷിപ്പ് എല്ലാം കിട്ടാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. പലരും അങ്ങനെയാണ് അവരുടെ റിസർച്ചിന് വേണ്ടതായിട്ടുള്ള ധനസമാഹരണം ചെയ്യുന്നത്. ഇനി പലതരത്തിലുള്ള IIT കോഴ്സുകളിലേക്കും ഇന്റേൺഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. IIT എത്ര എണ്ണം ഉണ്ട്? ഒരു കുട്ടി എൻ്റെ അടുത്ത് ചോദിച്ചതാണ്. 16 IIT ഉണ്ട്. മുൻപ് നമുക്ക് 7 IITകളാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് IIT മദ്രാസ് മാത്രമായിരുന്നു. പിന്നെയുള്ള IIT എന്ന് പറയുന്നത് IIT ഡൽഹി ഉണ്ട്, IIT കാൺപൂർ ഉണ്ട്, IIT ഖരഗ്പൂർ ഉണ്ട്, IIT ഗുവാഹട്ടി, IIT റൂർക്കി, IIT കാൺപൂർ. ഇപ്പം അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പുതിയ കുറേ IITs സൗത്ത് ഇന്ത്യയിൽ തന്നെ പാലക്കാട്, അതുപോലെ നമ്മളുടെ ലഡു കഴിക്കുന്ന സ്ഥലം തിരുപ്പതി, അവിടെ IIT വന്നു. അതേപോലെ നമുക്ക് ഹൈദരാബാദ് ഒരു IIT ഉണ്ട്, ഇൻഡോർ ഒരു IIT വന്നു, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി തന്നെ അതിൻ്റെ ഒരു ഭാഗം IIT ആയിട്ട് മാറ്റി. അങ്ങനെ പലതരത്തിലുള്ള IITs ഇവിടെ വന്നപ്പോൾ ടോട്ടലി ഒരു 16 IIT തന്നെ വന്നു. ഇനി വിദേശ രാജ്യങ്ങളിൽ IIT കൊണ്ടുവരാൻ പോവുക എന്ന ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ IITസിലെല്ലാം തന്നെ നമുക്ക് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ആ ഇന്റേൺഷിപ്പിലൂടെ നിങ്ങൾക്ക് എന്തു ചെയ്യാനായിട്ട് പറ്റും? നിങ്ങൾക്ക് ഒരു സ്റ്റൈഫൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ സ്റ്റൈഫൻഡിലൂടെ ഒരു നല്ല രീതിയിൽ നിങ്ങളുടെ ആ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധ്യമാകും. ഇനി IITക്ക് പുറമെ നമുക്ക് IIMs ഉണ്ട് ഇല്ലേ. ഏറ്റവും നല്ല IIM ഏതാന്ന് ചോദിക്കും. നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്, കോഴിക്കോട് IIM അല്ലേ. അതേപോലെ തന്നെ IIM എന്ന് പറയുന്നത് നമുക്ക് നോർത്തിലെ പല സ്ഥലങ്ങളിലും വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള IIM ഉണ്ട്. IIM അഹമ്മദാബാദ് ആണ് ഏറ്റവും സ്റ്റാൻഡേർഡ് എന്നാണ് റാങ്കിങ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഈ പറയുന്ന IIMലും ഇതേപോലെയുള്ള നമുക്ക് സ്റ്റൈഫൻഡോട് കൂടിയുള്ള ഇന്റേൺഷിപ്പ് അവൈലബിൾ ആണ്. ഇനി NITകളുണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ്. അവിടെയും നമുക്ക് ഇന്റേൺഷിപ്പോട് കൂടിയിട്ടുള്ള ഒരു പഠനമാണ് ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ വൺസ് നിങ്ങൾക്ക് ഒരു ഇന്റേൺഷിപ്പ് കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഇല്ലേ. സ്വന്തമായിട്ട് നമ്മളെ കുറിച്ചുള്ള മനോഹരമായിട്ട് ചിത്രീകരണം ഉണ്ടാവണം. നമ്മളുടെ ഒരു CV, കരിക്കുലം വിറ്റ എന്ന് പറയുന്ന സംഭവം അല്ലെ. കരിക്കുലം വിറ്റ എന്ന് പറഞ്ഞിട്ട് CV ഉണ്ട്, അതുപോലെ റെസ്യൂമേ ഉണ്ട്, അതേപോലെ മൂന്നാമത്തെ ഒന്നാണ് ബയോഡാറ്റ. അപ്പൊ ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയണം. അപ്പൊ നിങ്ങളൊരു ഇന്റേൺഷിപ്പിന് പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ കരിക്കുലം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ സംസാരിക്കേണ്ടത് അല്ലേ. അപ്പൊ കരിക്കുലം വിറ്റയ്ക്കാണ് അവിടെ ഇമ്പോർട്ടൻസ്. CV ആണ് നിങ്ങൾ തയ്യാറാക്കിയിട്ട് പോകേണ്ടത്. അങ്ങനെ CV വേണം, നിങ്ങളുടെ മാർക്ക് ലിസ്റ്റുകൾ വേണം, അതുപോലെ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് വേണം. എന്തിനാണ് ഞാൻ നിങ്ങളുടെ ഈ സ്ഥാപനത്തിൽ ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ട് കാരണം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റും കൂടി കൊടുക്കുകയാണെങ്കിൽ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നതിലേക്ക് നിങ്ങൾക്ക് ലെറ്റർ ഓഫ് അപ്രൂവൽ എന്ന് പറയുന്ന സംഭവം തിരിച്ചു കിട്ടുകയാണ്.
അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് പോസിബിൾ ആണ്. അങ്ങനെ നമുക്ക് ഇന്റേൺഷിപ്പ് കിട്ടുകയാണെങ്കിൽ പലതരത്തിലുള്ള ഫെല്ലോഷിപ്പുകൾക്ക് ഈ ഇന്റേൺഷിപ്പ് വേദി ഒരുക്കാണ്. ഞാൻ മുൻപ് പറഞ്ഞു നമ്മളുടെ മേരി ക്യൂറി ഫെല്ലോഷിപ്പിനെ കുറിച്ച്. 90 lakhs ആണ് മേരി ക്യൂറി ഫെല്ലോഷിപ്പിന് വരുന്നത്. വിദേശ രാജ്യങ്ങളിൽ പലർക്കും നമുക്ക് പഠിക്കാനായിട്ടുള്ള അവസരം കിട്ടാണ്. പല കുട്ടികളും നമ്മുടെ നാട്ടിൽ നിന്ന് ബർഗണ്ടി യൂണിവേഴ്സിറ്റി ഫ്രാൻസിലേക്ക് പോയിട്ടുണ്ട്, ബൺ യൂണിവേഴ്സിറ്റി സ്വിറ്റ്സർലാൻഡിൽ പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ അവസരങ്ങൾ എന്ന് പറയുന്നത് നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ടെക്നിക്കലായിട്ടുള്ള ഇന്റേൺഷിപ്പുകൾ നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യാനായിട്ട് പാടില്ല. ആ ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള സെമിനാറുകൾ എവിടെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ പോവാ. പേപ്പർ പ്രസന്റേഷൻസ് ഉണ്ടാവും, നാഷണൽ കോൺഫറൻസ് ഉണ്ടാവും, ഇന്റർനാഷണൽ കോൺഫറൻസ് ഉണ്ടാവും. അത്തരത്തിലുള്ള വസ്തുക്കളിലെല്ലാം തന്നെ നിങ്ങൾ എന്തുണ്ടാവണം, അറ്റ്ലീസ്റ്റ് നിങ്ങളൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനെങ്കിലും പരിശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങൾ നല്ല ഒരു അക്കാദമിക്സ് പടുത്തുയർത്താനായിട്ട് ശ്രമിക്കുന്നവരാണോ നിങ്ങൾ, ഡ്യൂട്ടി ലീവ് കിട്ടും. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ നിരവധി പേപ്പർ പ്രസന്റേഷനുകൾ പോയിട്ടുണ്ട്. നാഷണൽ കോൺഫറൻസ്, ഇന്റർനാഷണൽ കോൺഫറൻസ്, ഇതിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ടെക്നിക്കൽ ആസ്പെക്ട്സ് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവി നിങ്ങൾക്ക് ശോഭനമാക്കാനായിട്ട് പറ്റും. ഹാവ് എ നൈസ് ഡേ. ബൈ.